ഇന്ന് പാർലമെന്റിന് മുൻപിൽ നടന്നത് വളരെ വിചിത്രമായ കാര്യമാണ്. ഭരിക്കുന്ന പാർട്ടി സമരം നടത്തുക. അമിത്ഷായെ എങ്ങനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി വലിയ നാടകങ്ങളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗാന്ധിയൻ രീതിയിലുള്ള, അംബേദ്കർ രീതിയിലുള്ള വ്യത്യസ്തമായ സമരമുറയുമായാണ് ബാബാ സാഹേബ് അംബേദ്കറിനെ അപമാനിച്ച തടിപ്പാർ അമിത്ഷായ്ക്കെതിരെ പ്രതിപക്ഷം നടത്തിയത്. ദളിതരുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും ഒരുമയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായ നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ MPമാർ പാർലമെന്റിൽ എത്തിയത്. ഒരുപക്ഷെ ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ആദ്യമായി ആയിരിക്കും ഭരിക്കുന്ന കക്ഷി പാർലമെന്റിന് മുന്നിൽ സമരം നടത്തുന്നത്. അവരുടെ ആവശ്യം വിചിത്രമാണ്. അംബേദ്കറെ അപമാനിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറയണമത്രേ. ജുംല ഗുണ്ട പാർട്ടി അവരുടെ തടിപ്പാറിനെ രക്ഷിക്കാൻ എത്ര വൃത്തികെട്ട മാർഗത്തിനും തയ്യാറാണ് എന്ന് തെളിയിക്കുന്നതാണ് അവരുടെ ഈ പ്രകടനങ്ങൾ. പാർലമെന്റിന്റെ പ്രവേശന കവാടം ബ്ലോക്ക് ചെയ്ത് കുറുവടിയിൽ ഉറപ്പിച്ച പ്ലാക്കാർഡുകളുമായാണ് BJP അംഗങ്ങൾ പ്രകടനം നടത്തിയത്. പാർലമെന്റ് പരിസരത്ത് കുറുവടികളുമായി പ്രവേശിക്കുന്നത് അനുവദനീയമല്ല എന്നോർക്കണം. ആരാണ് അവർക്ക് RSSന്റെ കുറുവടികളുമായി പാർലമെന്റ് കവാടത്തിൽ പ്രദർശനം നടത്താൻ അനുമതി നൽകിയത്? ഇവിടെ കവാടത്തിൽ കുറുവടികളിൽ ഉറപ്പിച്ച പ്ലാക്കാർഡുമായി നാടകം നടത്തുന്നത് BJPക്കാരാണ്. വലതുവശത്ത് സൈഡിൽ നിൽക്കുന്നത് പ്രതിപക്ഷ MPമാരാണ്. അവരെ പാർലമെന്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെ എൻട്രൻസ് ബ്ലോക്ക് ചെയ്യുകയാണ് BJP ഗുണ്ടകൾ. ഇത് വ്യക്തമായി കണ്ടുകൊള്ളൂ. BJPക്കാരുടെ പ്ലാക്കാർഡുകൾ കുറുവടികളിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. 100% നിയമവിരുദ്ധമായ കാര്യമാണ് പാർലമെന്റ് പരിസരത്ത് ഇത്. കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും MPമാർ അംബേദ്കറുടെ ചിത്രവും കോൺസ്റ്റിറ്റ്യൂഷനും കൈകളിലേന്തി ചിട്ടയോടെ വരിവരിയായി മാർച്ച് ചെയ്താണ് പാർലമെന്റിലേക്ക് എത്തിയത്. സംസ്കാരമുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ജയ് ഭീം ജയ് ഭീം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ ചിട്ടയോടെ നടന്നു വരുന്നത്. പ്രതിപക്ഷത്തിന്റെ വനിതാ MPമാർ അതേ ചിട്ടയോടെ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ അംബേദ്കറുടെ ചിത്രവും കൈയിലേന്തി വരിവരിയായി കടന്നു വരികയാണ്. കോൺഗ്രസിന്റെ തീപ്പൊരി ദളിത് MP പ്രൊഫസർ വർഷ ഗെയ്ക്വാദാണ് അംബേദ്കറിനെ അപമാനിക്കുന്നത് നടപ്പില്ല എന്ന മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇവിടെ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരുന്ന വനിതാ MPമാരുടെ നേർക്ക് കുറുവടികളിൽ ഉറപ്പിച്ച പ്ലാക്കാർഡുമായി BJPയുടെ ഗുണ്ടകൾ ഇരച്ചടുക്കുകയാണ്. കയ്യിൽ ചിത്രങ്ങൾ മാത്രം പിടിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ MPമാരും കുറുവടികളിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്ലാക്കാർഡുകൾ പിടിച്ചിരിക്കുന്നത് BJPയുടെ ഗുണ്ടകളുമാണ്. എന്തുകൊണ്ടാണ് ഇവർ വനിതാ MPമാരുടെ ഇടയിലേക്ക് ഇരച്ചു കയറുന്നത്? എന്ത് സംസ്കാരവും മര്യാദയുമാണ് ഈ പാർട്ടിക്ക് ഉള്ളത്? നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അവിടെ മര്യാദയ്ക്ക് നിന്ന് പ്രകടനം നടത്തുന്ന പ്രതിപക്ഷ വനിതാ MPമാരുടെ ഇടയിലേക്ക് കുറുവടികളുമായി ഇരച്ചു കയറുന്ന സംസ്കാരശൂന്യരായ ഭരണകക്ഷി MPമാർ. പക്ഷെ ഇത് കണ്ടൊന്നും ഒരിഞ്ചു പോലും കുലുങ്ങുന്നില്ല ഉരുക്കുവനിത ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകൾ. ഈ വനിതാ അംഗങ്ങളെ കുറുവടികളും കാണിച്ച് ഭയപ്പെടുത്തി ഓടിക്കാമെന്ന് വിചാരിച്ച BJP ഗുണ്ടകൾക്ക് തെറ്റി എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഈ വനിതാ MPമാർക്ക് സംരക്ഷണവുമായി 83 വയസ്സുകാരനായ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ മറ്റു കോൺഗ്രസ് MPമാർ നടന്നു വരുന്നത് കാണാം. ഗാന്ധി പരിവാർ മാപ്പ് പറയൂ എന്നും പറഞ്ഞുകൊണ്ടുവരുന്ന BJP ഗുണ്ടകളെ ജയ് ഭീം വിളികളുമായി ഗാന്ധി മാർഗത്തിലൂടെ ശക്തമായി പ്രതിരോധിക്കുകയാണ് കരുത്തരായ പ്രതിപക്ഷത്തെ വനിതാ MPമാർ. ഇവിടെ 83 വയസ്സുകാരനായ ഖാർഗെയെ പിടിച്ചു തള്ളുകയാണ് അവർ. ഇവർക്ക് ആരാണ് ഈ വനിതാ MPമാരുടെ മേൽ കുതിര കയറാൻ അവകാശം കൊടുത്തത്? എന്ത് നാടാണ് ഇത്? അവിടെ നിന്ന് മാറിപ്പോകാൻ മല്ലികാർജുൻ ഖാർഗെ ഈ എട്ടുംകെട്ട BJPക്കാരോട് ആവശ്യപ്പെടുകയാണ്. സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഇവർക്ക് വിവേകം എന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലല്ലോ. കണ്ടോ കുറുവടികളുമായി ഇവന്മാർ വനിതാ MPമാരുടെ മേൽ കുതിര കയറുന്നത്? ഇവിടെ ഇവന്മാർ കുറുവടികളുമായി പ്രിയങ്ക ഗാന്ധിയെ വളയുകയാണ്. BJPയുടെ MPമാരാണ് ഈ കുറുവടികളും പിടിച്ച് കോൺഗ്രസിന്റെ വനിതാ MPമാരുടെ മേലിലേക്ക് ഇരച്ചു കയറുന്നവർ. ആ സർക്കിൾ ചെയ്തിരിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള വടിയിൽ ഉറപ്പിച്ചിരിക്കുന്ന പ്ലാക്കാർഡുകൾ പിടിച്ചിരിക്കുന്ന എല്ലാവരും. പിന്നീട് ബീഹാറിൽ നിന്നുള്ള സ്വതന്ത്ര MP പപ്പു യാദവ് ഈ വനിതാ MPമാരെ സംരക്ഷിക്കുവാൻ ധീരമായി ഇവരുടെ ഇടയിലേക്ക് കയറി നിന്ന് പ്രതിരോധം സൃഷ്ടിക്കുകയാണ്. ഇവിടെ പുറത്ത് പ്രതിപക്ഷത്തിന്റെ MPമാർ എല്ലാവരും ഒന്നിച്ചു നിന്ന് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി അംബേദ്കർക്കെതിരെയുള്ള അപമാനം ഇവിടെ നടക്കില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ദളിതരുടെ ഒരുമയുടെയും പ്രതിരോധത്തിന്റെയും പ്രതീകമായ നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് പ്രതിപക്ഷ MPമാർ പാർലമെന്റിൽ എത്തിയത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിനെയും രാജസ്ഥാനിൽ നിന്നുള്ള പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ 25 വയസ്സുകാരി സഞ്ജന യാദവിനെയും നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ ശക്തമായി ഇവിടെ മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നത് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ കോൺഗ്രസ് MP സഞ്ജന യാദവ് ആണ്. അംബേദ്കറിന്റെ ചിത്രവും ഞാൻ അംബേദ്കർ ആണ് എന്ന് പറയുന്ന പ്ലാക്കാർഡുകളും കയ്യിൽ പിടിച്ചാണ്
അവർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഇവിടെ ഗോലിമാരോ അനുരാഗ് താക്കൂർ BJP വനിതാ MP-മാരുടെ ഇടയിൽ കുത്തിയിരുന്ന് വിചിത്രമായ പ്രകടനം നടത്തുന്നത് കണ്ടുകൊള്ളൂ. മാഫി മാങ്കോ, മാഫി മാങ്കോ, കോൺഗ്രസ് പാർട്ടി മാഫി മാങ്കോ. അതായത് മാപ്പ് പറയൂ, മാപ്പ് പറയൂ, കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയൂ എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളുകയാണ്. എന്തിനാണ് കോൺഗ്രസ് പാർട്ടി മാപ്പ് പറയേണ്ടത് എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ഇയാൾ ഈ വനിതാ MP-മാരുടെ നടുക്ക് കുത്തിയിരുന്ന് ചെയ്യുന്നത്? അവർക്ക് തനിച്ച് മുദ്രാവാക്യം വിളിക്കാൻ അറിയില്ലേ? അല്ലെങ്കിൽ എല്ലാവരും ചേർന്നാണെങ്കിൽ പിന്നെയും ഓർക്കാം. അവിടെ ഇവിടെ ഓരോ പുരുഷ MP-മാർ സൈഡിൽ ഇരിപ്പുണ്ട് എന്ന് ഞാൻ സമ്മതിച്ചു. ഏതായാലും ഒരു കാര്യം പറയാം, തടിപ്പാർ അമിത്ഷായെയും തങ്ങളുടെ ബോസ് അദാനിയെയും എന്ത് വില കൊടുത്തും ഇവർ സംരക്ഷിക്കാൻ ശ്രമിക്കും. കാരണം അധികാരം പോയാൽ ഒരുപക്ഷെ ഇവരിൽ പലരും ജയിലിലാവും. ഈ നാടകം കളികളുമായി അധികകാലം പിടിച്ചു നിൽക്കാൻ ഇവർക്ക് ആവില്ല. കൂടുതൽ ജനങ്ങൾ ഓരോ ദിവസവും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്.